ഹായ് ഗുഡ് മോർണിംഗ്. രാവിലെ എന്ത് പരിപാടി? രാവിലെ നമ്മൾ എന്നത്തെ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വെറൈറ്റി ആയിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇടിയപ്പവും ചമ്മന്തി ആയിരുന്നു കേട്ടാ. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഉണ്ടാക്കിയത്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുതിയതല്ല, പുട്ടാണ് പതിവ് പോലെ. അപ്പം ഞാൻ അതേ ക്രിസ്റ്റീനയ്ക്കും കൂട്ടനും കൂടെ ഉള്ള പുട്ടേ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ്ടേ ഗബ്രുവിന് ചിരി വരുന്ന ഗബ്രു ആണോ? പറയാൻ വന്നായിരുന്നു ആ പുട്ടും റോഗസ്റ്റാപ്പഴം കേട്ടോ. റോഗസ്റ്റാപ്പഴം പപ്പ ഇല്ലല്ലോ, ഇച്ചായ മേടിച്ചോണ്ട് തന്നത്. അപ്പം നമുക്കൊന്ന് ഇത് ഇളക്കി ഇട്ട് കൊടുക്കാം, ചൂടല്ലേ. അപ്പം പിള്ളേരത് കഴിക്കട്ടെ. ഇനി അടുത്തത് വെക്കണം കേട്ടോ. അപ്പം ഉച്ചക്കത്തേന് നമുക്ക് എന്ത് ഉച്ചായ? ഉച്ചക്ക് നമുക്ക് ചോറും ചിക്കൻ കറി. നമുക്ക് ചോദിച്ചു എന്താ ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ മേടിക്കുന്നതെന്ന് കേട്ടോ. എന്തുകൊണ്ട് ഉച്ചായ? അതെ, പപ്പായ്ക്ക് പേടിയാണ്. ഞങ്ങൾ പോകുമ്പോൾ ഞാൻ കട്ട് ചെയ്താൽ മേടിക്കുന്നത്. പപ്പായ്ക്ക് ചെറിയ പേടിയുണ്ട്. ചിക്കൻ വെട്ടുന്ന സമയത്ത് പീസൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചിടത്തില്ലെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് പപ്പയാണ് ഇങ്ങനെ മേടിക്കും. ചൂടുണ്ട്. അപ്പം അതൊക്കെയാണ്. അപ്പൊ കാണാവേ. ചായ ഇത് എന്ത് ടെക്നിക്കാ ഇത്? ഹാർട്ട് കാണിച്ചേ. ഹാർട്ട് കണ്ടോ? ഇങ്ങനെ നമ്മൾ മേടിക്കാറില്ലല്ലേ. നമ്മളിവിടെ വാങ്ങിക്കുന്നില്ല, പീസാക്കി. ബിരിയാണിക്കാണെങ്കിൽ അങ്ങനെ, കറി പീസ് ആണെങ്കിൽ അങ്ങനെ മേടിക്കാറുള്ളൂ അല്ലേ. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കളറ് അല്ലേ, പിങ്ക് കളർ. പക്ഷെ എനിക്കിഷ്ടമില്ല കേട്ടോ ഇറച്ചി. എനിക്ക് എന്താ എല്ലിലുള്ള ആ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ ഇതിനകത്ത് ഈ പീസായിട്ട് തന്നെ ഉള്ളത് എനിക്കിഷ്ടമില്ല. വെച്ചാൽ ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ കിടക്കും, അതുകൊണ്ടാ. മറ്റേത് അങ്ങനെ കിടക്കത്തില്ല. എന്താ പുതിയ കത്തിയൊക്കെ എടുത്ത് ഗപ്പൂട്ടിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വഴക്കാണ്. ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങളവിടെ കസാരയിൽ ഇരുത്തിയേക്കുവാ, അതിന് വേണ്ടിയിട്ടാണ്. എന്നാ വേഗം കട്ട് ചെയ്യേ. അപ്പൊ എന്തൊക്കെയായി ഇന്ന് ഡോറ കറികള്? എന്റെ ചിക്കൻ കറി നോക്കിച്ചായ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായി വന്നിട്ടുണ്ട്. പിന്നെ ദാണ്ട് ചിക്കൻ ഫ്രൈ. ഒരുപാട് നാൾ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ലേ. കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് ദാണ്ട് അവിടെ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പൊ എനിക്ക് വിശന്നു. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരാള് ഹായ് കാണിക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. തരാം. കഴിക്കാന്ന് വിചാരിച്ചതാണ്ട് കറി എടുക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഓർത്ത വീഡിയോ എടുക്കില്ലല്ലോ. പിന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇച്ചായനെ ഞാൻ ഓടി വിളിച്ച്, ഇച്ചായ വരൂ വീഡിയോ എടുക്കൂന്ന് പറഞ്ഞു. അങ്ങനത്തെ റെഡി ആയിക്കൊണ്ടിരിക്കും. സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വഴിയെ പിന്നെ കാണാവേ.